രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ അപലപനീയമായിട്ടുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷത്തിന് പരാജയ ഭീതി വന്നിരിക്കുന്നു. ഒരു വിസ്മയവും സംഭവിക്കുന്നില്ല എന്നതോടൊപ്പം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെ തന്നെ സർവേ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം വാടകയ്ക്കെടുത്ത ഏജൻസിയുടെ സർവേയും LDF MLA-മാർക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. ബജറ്റിനെ കുറിച്ച് നടത്തിയ സർവേ ഒരു പ്രമുഖ മാധ്യമത്തിന് പിൻവലിക്കേണ്ടി വന്നു. കാരണം ബജറ്റിന് അനുകൂലമായിട്ടാണ് പൊതുജനാഭിപ്രായം വന്നത്. ഇതെല്ലാം വന്നപ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ പരിഭ്രാന്തരാണ്, പരാജയ ഭീതിയിലാണ്. ആ പരാജയ ഭീതിയാണ് റീത്ത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഈ അങ്ങേയറ്റത്ത് ഹീനമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ കാരണം. ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായി, കണ്ണൂരിൽ റീത്ത് വെച്ചത് ആരാന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ വ്യക്തമായില്ലേ? ഇപ്പോൾ വ്യക്തമായല്ലോ. ഇതുപോലുള്ള നാടകങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. കാരണം പ്രതിപക്ഷത്തിന് പരാജയം ഉറപ്പായിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള നാടകങ്ങൾ ഇനിയും കേരളത്തിന് കാത്തിരുന്ന് കാണേണ്ടി വരും കുറച്ച് ദിവസം. ഈ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതിൽ ക്രൈസ്തവ സഭകൾ ഇന്ന് ഒരുമിച്ച് യോഗം ചേർന്ന് അവർ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ യോഗം ചേരുന്നത്. അപ്പോൾ അവർ അതിനെതിരെയാണ്. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും പറയുന്നുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അനിവാര്യമായൊരു ഘട്ടത്തിൽ പറയാം. എല്ലാവർക്കും ഇത്തരം ചില ന്യായങ്ങൾ പറയാനുണ്ടാവും. തന്ത്രിക്ക് മാത്രം എന്താ പ്രത്യേകത? അതിൽ പ്രതികളായിട്ടുള്ള വേറെയും പേരുണ്ട്. അവരുടെ എല്ലാ ന്യായങ്ങളും ഇതുപോലെ സ്വീകരിക്കപ്പെടുമോ? എന്താ തന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേകതയുള്ളത്? അപ്പോൾ ഒരു കാര്യം, സാധാരണ ജാമ്യം ഹർജിയിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് കിടക്കില്ല. അതാണ് പ്രാഥമികമായ തത്വം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ കേസ് അന്വേഷണം നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കൃത്യമായിട്ട് സമർപ്പിക്കുന്നുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും അന്വേഷണം അങ്ങേയറ്റം കാര്യക്ഷമമാണ്, വിശ്വാസയോഗ്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഒരു വിവരവും മറ്റാർക്കും പങ്കുവച്ചിട്ടില്ല എന്നും പറഞ്ഞത് ഹൈക്കോടതിയുടെ 2-അംഗ ദേവസ്വം ബെഞ്ചാണ്. അപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ വിശ്വസിക്കരുത് എന്നാണോ ഈ പറയുന്നത്? ഞാനെന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കാൻ ഉദ്ദേശിച്ചത്. അതാ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ കേസിൽ കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന ആളെ അല്ല വിശ്വസിക്കുന്നത്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കുന്നത്. ഈ BJP നേതാവ് ശ്രീധരൻപിള്ള അടക്കം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് തന്ത്രി നടപടികൾ എടുത്ത് നടയടച്ചത് എന്നൊരു പരാമർശം വന്നത് പുസ്തകത്തിൽ. അല്ല, അതാ പറഞ്ഞത്, അന്നത്തെ സുവർണാവസരം ഉപയോഗിക്കാൻ നടന്ന ഗൂഢാലോചന ഇപ്പോൾ വ്യക്തമായില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ടില്ല പുസ്തകമൊന്നും, അദ്ദേഹത്തിൻ്റെ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല. പക്ഷേ ശ്രീധരൻപിള്ളയുടെ ഒരു കുപ്രസിദ്ധമായ പ്രസംഗം വന്നിട്ടുണ്ട് ശബരിമലയെ സംബന്ധിച്ച്. ഇതൊരു സുവർണാവസരമാണ്, മുതലെടുക്കണം എന്നത്. അപ്പോൾ എന്തെല്ലാം ഗൂഢാലോചനകൾ നടന്നു എന്നതിപ്പോൾ തെളിയല്ലേ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചന കുറച്ചുകാലം കഴിയുമ്പോഴായിരിക്കും പുറത്തു വരിക. അത്രയേ ഉള്ളൂ. ഇത് ഇടതുപക്ഷത്തിനെതിരായി കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതാ ഞാൻ പറഞ്ഞത്, സത്യം ഒന്നാണ്, പ്രചരിപ്പിക്കപ്പെടുന്നത് സത്യവുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊന്നാണ്. അത് ഏത് വലിയ കാര്യത്തിലും ചെറിയ കാര്യത്തിലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആത്യന്തികമായി സത്യം എന്നൊന്നുണ്ട്, അത് വിജയിക്കുകയും ചെയ്യും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്.